എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ അമിതമായി ആശ്രയിക്കാറുണ്ടോ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത്. അതെ, നിങ്ങൾ വൈകാരികമായോ അല്ലെങ്കിൽ അമിതമായി ആശ്രയിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിർണ്ണയിക്കാൻ സഹായിക്കുന്ന 10 അടയാളങ്ങളെക്കുറിച്ച് ഇനി പറയാം. ഒന്നാമതായി, നിങ്ങളുടെ ചങ്ങാതിമാരുമായും കുടുംബവുമായും പുറത്തു പോകുന്നത് നിങ്ങൾ നിർത്തും. റിലേഷൻഷിപ്പിലാകുമ്പോഴാകട്ടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാകട്ടെ പലരും പങ്കാളിയിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് കാണാറുണ്ട്. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി നിങ്ങളുടെ പങ്കാളിയാണെന്ന് നിങ്ങൾ കരുതുമ്പോഴാണ് അമിതമായ ആശ്രയത്വം വരുന്നത്. ഇത് നിങ്ങൾക്കോ നിങ്ങളുടെ ബന്ധത്തിനോ നല്ലതല്ല. രണ്ടാമതായി, നിങ്ങളുടെ പങ്കാളി ഇല്ലാതെ ജീവിക്കുക എന്ന ചിന്ത നിങ്ങൾക്ക് ഉത്കണ്ഠയും സമ്മർദ്ദവും നൽകുന്നുവെങ്കിൽ നിങ്ങൾ അവരെ അമിതമായി ആശ്രയിച്ചിരിക്കുന്നു. പലരും പറയാറുണ്ട് പങ്കാളി ഇല്ലെങ്കിൽ ചത്തുകളയും എന്നൊക്കെ. ഇത് പങ്കാളിയെ അമിതമായി ആശ്രയിക്കുന്നതിന്റെ ലക്ഷണമാണ് കേട്ടോ. മൂന്നാമതായി, നിങ്ങളുടെ ബന്ധം നിയന്ത്രിക്കാൻ കഴിയാത്തപ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠ തോന്നുന്നു. ചിലപ്പോഴല്ല, എപ്പോഴും. നാലാമതായി, അവർ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ സഹപ്രവർത്തകരുമായോ കുറച്ച് സമയം ചെലവഴിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം അസൂയ അനുഭവപ്പെടുന്നു. ഇത് മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. പങ്കാളി ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന വാശി പിടിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? വിവാഹം കഴിച്ച് എന്ന് കരുതി അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്ന് കരുതി ജീവിതത്തിൽ മറ്റു ബന്ധങ്ങൾ വേണ്ട എന്ന് വെക്കാനാവില്ലല്ലോ. അഞ്ചാമതായി, നിങ്ങളുടെ പദ്ധതികൾ എത്ര പ്രധാനമാണെങ്കിലും നിങ്ങൾ അവയെല്ലാം പങ്കാളിക്ക് വേണ്ടി എല്ലായ്പ്പോഴും റദ്ദാക്കും. എപ്പോഴും മറ്റേ വ്യക്തിയുടെ കൂടെ ഇരിക്കാൻ താല്പര്യപ്പെടുന്നത് കൊണ്ടാണിത്. ജീവിതത്തിലെ എല്ലാ പദ്ധതികൾക്കും വ്യക്തികൾക്കും എല്ലാം അതിൻ്റെതായ പ്രാധാന്യം നൽകണം എന്ന് ഓർക്കുക. ആറാമതായി, പങ്കാളിയുടെ ചിന്തകളെ നിങ്ങളുടേതിനേക്കാൾ വിലമതിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഒരിക്കലും താല്പര്യപ്പെടുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ഏഴാമതായി, നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളെക്കുറിച്ച് എന്തു തോന്നുന്നു എന്നതിനെക്കുറിച്ചും മറ്റുള്ളവരുടെ മുന്നിൽ അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇത് പൊതുവെ കേൾക്കാൻ സുഖമുള്ള ഒരു കാര്യമാണ്. എങ്കിലും പതിവായി നിങ്ങളുടെ പങ്കാളി നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പങ്കാളിയും നിങ്ങളും തമ്മിലുള്ള മാനസിക അകൽച്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എട്ടാമതായി, പങ്കാളിയാണ് നിങ്ങളുടെ സന്തോഷത്തിന് കാരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അയാൾ വിട്ടുപോയാൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് കരകയറാൻ കഴിയില്ല എന്നും നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളുടെ പാർട്ട്ണർ തന്നെയായിരിക്കണം സന്തോഷത്തിന് കാരണം. എന്നാൽ എല്ലാ സന്തോഷവും അവിടെ മാത്രം ഒതുക്കി നിർത്തുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഒൻപതാമതായി, നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നതിനായി അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അമിതമായ മതിപ്പുണ്ട്. പത്താമതായി, നിങ്ങളുടെ പങ്കാളിയുടെ അംഗീകാരവും വാത്സല്യവും ശ്രദ്ധയും മറ്റെന്തിനേക്കാളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളുള്ളവർ നിങ്ങളുടെ പങ്കാളിയുമായി അമിതമായി അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പുനഃപരിശോധിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.